മലയാള സിനിമയിൽ മമ്മൂട്ടി കൊടും വില്ലനായി അഭിനയിച്ച കളങ്കാവൽ റിലീസ് ചെയ്തതോടെ ഈ ചിത്രം പ്രചോദനം ഉൾക്കൊണ്ട ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർ മോഹൻകുമാർ എന്ന സൈനൈഡ് മോഹൻ വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചാവിഷയമായിരിക്കുകയാണ്. ഒരു സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ സൽസ്വഭാവി മുഖംമൂടി അണിഞ്ഞുകൊണ്ട് 2004-നും 2009-നും ഇടയിൽ കർണാടകയിലെ 20-ലധികം യുവതികളെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഈ സൈക്കോ കില്ലറുടെ കഥ മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട സാധ്യതകളെയാണ് തുറന്നു കാട്ടുന്നത്. മനുഷ്യനെ കൊല്ലുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന കളങ്കാവലിലെ ഡയലോഗ് സൈനൈഡ് മോഹന്റെ ക്രൂരമായ മാനസികാവസ്ഥയുടെ പ്രതിഫലനമായി കണക്കാക്കാവുന്നതാണ്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കന്യാന ഗ്രാമത്തിൽ ദിവസവേതനക്കാരായ കർഷക തൊഴിലാളികളായ മൈലപ്പ മൊഗൈരയുടെയും തുക്രുവിന്റെയും മകനായി 1963 ഏപ്രിൽ 6-നാണ് മോഹൻകുമാർ ജനിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന കുടുംബ പശ്ചാത്തലമായിരുന്നു ഇയാൾക്ക്. ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം 1984 നവംബറിൽ സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ ഇയാളുടെ സ്വഭാവത്തിലെ ചില അസ്വാഭാവികതകൾ നേരത്തെ തന്നെ പ്രകടമായിരുന്നു. ജോലിയിൽ സ്ഥിരമായി ഹാജരാകാതിരുന്നതിന്റെയും മോശം പെരുമാറ്റത്തിന്റെയും പേരിൽ ഇയാൾ പലപ്പോഴും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മോഹന്റെ വ്യക്തിജീവിതം സങ്കീർണമായിരുന്നു. 1987 മേരി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ മതപരിവർത്തനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് ഇവർ വേർപിരിഞ്ഞു. പിന്നീട് മഞ്ജുള, ശ്രീദേവി എന്നീ 2 സ്ത്രീകളെ കൂടി ഇയാൾ വിവാഹം കഴിച്ചു. ഇയാൾക്ക് 2 ഭാര്യമാരിലായി 4 മക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭാര്യമാർ പരസ്പരം അറിയുകയോ ഇയാളുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോധവതികളായിരിക്കുകയോ ചെയ്തിരുന്നില്ല. ഇത് മോഹന്റെ ഇരട്ട ജീവിതത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. മോഹൻകുമാറിന്റെ പ്രധാന ലക്ഷ്യം ലൈംഗിക സംതൃപ്തിക്കപ്പുറം സ്ത്രീകളെ വശീകരിച്ച് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്നതായിരുന്നു. ഈ കവർച്ചയ്ക്ക് വേണ്ടി അയാൾ തിരഞ്ഞെടുത്ത മാർഗം അതിക്രൂരമായ കൊലപാതകമായിരുന്നു. 2000-ങ്ങളുടെ തുടക്കത്തിലാണ് ഇയാൾ ഈ സൈനൈഡ് ശൈലി ആരംഭിക്കുന്നത്. മോഹൻകുമാർ തന്റെ ഇരകളെ കണ്ടെത്തുന്നതിനും കൊലപാതകം നടത്തുന്നതിനും വളരെ വ്യക്തവും സ്ഥിരവുമായ ഒരു ശൈലിയാണ് ഉപയോഗിച്ചിരുന്നത്. താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ള സ്ത്രീധനം നൽകാൻ കഴിയാത്തതിനാൽ അനുയോജ്യമായ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ കഴിയാത്തവരോ കുടുംബപരമായി പ്രശ്നങ്ങൾ ഉള്ളവരോ ആയ 22-നും 35-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ വശീകരിക്കുന്നത് എളുപ്പമായിരിക്കുമെന്നും ഇവരെ കാണാതായാൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടില്ലെന്നും ഇയാൾ കണക്കുകൂട്ടി. ബസ് സ്റ്റാൻഡുകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു ഇയാൾ ഇരകളെ തിരഞ്ഞിരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനെ സ്വയം പരിചയപ്പെടുത്തി മാന്യമായ വേഷത്തിലായിരിക്കും ഇയാൾ ഇരകളെ സമീപിച്ചിരുന്നത്. സംഭാഷണത്തിലൂടെ ഇരകളുടെ ജാതി തിരിച്ചറിഞ്ഞ ശേഷം താനും അതേ സമുദായത്തിൽപ്പെട്ടയാളാണെന്ന് പറഞ്ഞും ഇയാൾ വിശ്വാസം നേടിയെടുക്കും. യഥാർത്ഥ പേര് ഉപയോഗിക്കാതെ വ്യാജ പേരുകളിലാണ് ഇയാൾ വഞ്ചന നടത്തിയിരുന്നത്. വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകി വീട്ടുകാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒളിച്ചോടാൻ ഇരകളെ പ്രേരിപ്പിക്കും. വിവാഹത്തിന് വരുമ്പോൾ ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഇത് ഇയാളുടെ പ്രധാന ലക്ഷ്യം ആഭരണങ്ങൾ കവരുക എന്നതായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. മൈസൂരു, ബംഗളൂരു, ഹാസൻ, മടിക്കേരി തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്ക് ഇരകളെ കൂട്ടിക്കൊണ്ടു പോവുകയും വിവാഹ തലേന്ന് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ മുറിയെടുത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും. വിവാഹ തലേന്നുള്ള രാത്രിക്ക് ശേഷം പുലർച്ചെയാണ് ഇയാൾ തന്റെ ക്രൂരമായ കൊലപാതക പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. വിവാഹത്തിനായി അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ആഭരണങ്ങൾ ലോഡ്ജ് മുറിയിൽ വെക്കാൻ ആവശ്യപ്പെടും. ഇത് കവർച്ച എളുപ്പമാക്കാൻ വേണ്ടിയായിരുന്നു. വഴിയിൽ വെച്ച് ഗർഭനിരോധന ഗുളികയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സൈനൈഡ് ഗുളിക നൽകും. ഈ ഗുളിക കഴിച്ചാൽ ഉടൻ മൂത്രമൊഴിക്കാൻ തോന്നുമെന്നും അത് ശരീര ശുദ്ധീകരണത്തിന് ആവശ്യമാണെന്നും പറഞ്ഞ് ഇരകളെ ലേഡീസ് വാഷ്റൂമിലേക്ക് പറഞ്ഞയക്കും. ഗുളിക കഴിച്ച സ്ത്രീ തളർന്നു വീഴുകയോ മരിക്കുകയോ ചെയ്യുന്ന സമയം നോക്കി ഇയാൾ ലോഡ്ജ് മുറിയിലേക്ക് തിരികെ എത്തി ആഭരണങ്ങളും പണവും എടുത്ത് അതിവേഗം രക്ഷപ്പെടും. സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേനയാണ് ഇയാൾ സൈനൈഡ് വാങ്ങിയിരുന്നത്. മോഹൻകുമാറിന്റെ അറസ്റ്റും തുടർന്നുള്ള വിചാരണകളും ഇന്ത്യൻ നിയമചരിത്രത്തിലെ ശ്രദ്ധേയമായ ഏടുകളാണ്. 2009 അനിത മൂല്യ എന്ന യുവതിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ശക്തമായ അന്വേഷണത്തിലാണ് മോഹൻകുമാർ പിടിയിലാകുന്നത്. 2009 ഒക്ടോബർ 21-നാണ് ഇയാൾ അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിൽ 2004-നും 2009-നും ഇടയിൽ താൻ അനിതയടക്കം 19 സ്ത്രീകളെ സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയതായി ഇയാൾ സമ്മതിച്ചു. 3-ാം ഭാര്യയായ ശ്രീദേവിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വലിയ അളവിൽ സൈനൈഡ് പൊടിയും ഇരകളിൽ നിന്ന് കവർന്ന ആഭരണങ്ങളും വ്യാജരേഖകളും പോലീസ് കണ്ടെടുത്തു. ഇതോടെയാണ് സൈനൈഡ് മോഹൻ എന്ന പേര് കുപ്രസിദ്ധമായത്. മോഹൻകുമാർ തന്റെ വിചാരണാ വേളയിൽ സ്വയം കോടതിയിൽ ഹാജരായി പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷികളെയും ചോദ്യം ചെയ്യുമായിരുന്നു. ഇത് കേസിലെ നടപടികൾ സങ്കീർണമാക്കുകയും ചെയ്തു. 25 കൊലപാതക കേസുകളിൽ പ്രതിയായിരുന്ന മോഹൻ 20 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. ആദ്യഘട്ടത്തിൽ 5 കേസുകളിൽ വധശിക്ഷ ലഭിച്ചെങ്കിലും നിയമപരമായി അപ്പീലുകളിലൂടെ പിന്നീട് 2 ജീവപര്യന്തമായി കുറച്ചു. 2020 ജൂൺ 24-ന് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത 20-ാമത്തെ കൊലപാതക കേസിൽ മംഗളൂരുവിലെ കോടതി മോഹന് ജീവപര്യന്ത ശിക്ഷ വിധിച്ചു. സൈനൈഡ് മോഹന്റെ കേസ് കർണാടകയിലും ഇന്ത്യയിലും ഉടനീളം വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു.
ഒരു അധ്യാപകൻ, കുടുംബനാഥൻ എന്നീ നിലകളിൽ സൽസ്വഭാവിയായി ജീവിച്ച ഒരാൾ ഇത്രയും അധികം ക്രൂരകൃത്യങ്ങൾ ചെയ്തു എന്നത് സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും സാമൂഹിക പിന്തുണ കുറഞ്ഞവരെയും ലക്ഷ്യമിട്ടത് ഇരകളെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന മോഹന്റെ ചിന്താഗതിയാണ് വെളിവാക്കുന്നത്. കളങ്കാവൽ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് സൈനൈഡ് മോഹന്റെ ജീവിതത്തിലെ ചില ഘടകങ്ങൾ പ്രചോദനമായിട്ടുണ്ട്. കൊലപാതകങ്ങളിലെ ക്രൂരതയും ഇരകളെ വശീകരിക്കുന്ന രീതിയും മനുഷ്യരെ കൊല്ലുന്നതിലെ സന്തോഷമെന്ന ഡയലോഗും ഒരു സൈക്കോ കില്ലറുടെ മനഃശാസ്ത്രത്തെയാണ് സിനിമയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായി മോഹന്റെ ജീവിതകഥയല്ലെങ്കിലും ഇത്തരത്തിലുള്ള സീരിയൽ കില്ലർമാരുടെ കഥകൾ പൊതുസമൂഹത്തിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ സിനിമ ഒരു കാരണം നൽകുന്നുണ്ട്. സൈനൈഡ് മോഹൻ എന്ന കൊടും കുറ്റവാളി സമൂഹത്തിൽ മാന്യനായി ജീവിക്കുമ്പോഴും തന്റെ ഉള്ളിൽ ഒരു കൊലപാതകയുടെ ഇരുണ്ട ചിന്തകൾ പേറിയ മനുഷ്യന്റെ ഉദാഹരണമാണ്. 20-ലധികം സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ച ഈ ക്രൂരതയുടെ കഥ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുകയും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് ഈ ഭീകരമായ ചരിത്രത്തെക്കുറിച്ചും അതിജീവിതർ നേരിട്ട ദുരന്തങ്ങളെക്കുറിച്ചും കൂടുതൽ ജാഗ്രതയോടെ സംസാരിക്കാൻ സമൂഹത്തിന് ഒരു അവസരം നൽകിയിരിക്കുകയാണ്.